കുറച്ച് ദിവസമായിട്ട് ഒന്ന് രണ്ട് പേര് ലക്ഷ്മി നക്ഷത്രയുടെ ഒരു Q&A വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവരിങ്ങനെ പറഞ്ഞു, ചേട്ടാ നിങ്ങളൊന്ന് നോക്ക്, ഇൻഡസ്ട്രിക്ക് അകത്തുനിന്നുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. ആൻഡ് ഒരു സെലിബ്രിറ്റിയുടെ ലൈഫിലേക്ക് അറിയാലോ, ഈ ഫാനിസം തലയ്ക്ക് പിടിച്ചിട്ടോ അല്ലെങ്കിൽ വാട്ട് എവർ, അവർ എക്സ്പോസ്ഡ് ആണ് പബ്ലിക്കിൻ്റെ മുന്നിൽ. സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ എക്സ്പോസ്ഡ് ആണ് കംപ്ലീറ്റ്ലി. അതും ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ്, സിനി അല്ലെങ്കിൽ മറ്റേ സീരിയൽ ഫീൽഡിൽ ഭയങ്കര തിളങ്ങി നിൽക്കുന്ന ഒരു സ്റ്റാർ കൂടിയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ലക്ഷ്മി നക്ഷത്രയെ പോലെ ഒരു ആങ്കറും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി ആളുകളുടെ ഇടയിലേക്കുള്ളൊരു എന്താ പറയുക വിസിബിലിറ്റി ഭയങ്കരമായിരിക്കും അവർക്ക്. ആൻഡ് പാരലലി അവർ യൂട്യൂബും കാര്യങ്ങളും സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സോ പബ്ലിക്കിന് അവരെ ഭയങ്കര എന്താ പറയുക, എപ്പോഴും കണ്ണിൻ്റെ മുന്നിൽ നമ്മളുടെ കൂട്ടത്തിൽ ഒരാൾ എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്യുന്നൊരു സെലിബ്രിറ്റി ആയിരിക്കും ഇങ്ങനെയുള്ള ആളുകൾ. ലക്ഷ്മി നക്ഷത്രയുടെ എക്സ്പീരിയൻസ്, ലൈഫിലുണ്ടായ എക്സ്പീരിയൻസ്, ചില സെലിബ്രിറ്റീസിൻ്റെ ലൈഫിലേക്ക് ഇടിച്ചു കയറി ചെല്ലുന്ന കുറേ ഫാൻസ് ഉണ്ട്, പിന്നെ ഇടിച്ചു കയറി ചെല്ലുന്ന കുറേ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് പ്രപ്പോസ് ചെയ്ത് പോകുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു രണ്ട് ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ടും ഇൻഡസ്ട്രിയിൽ നിന്നുള്ളൊരു ബാഡ് എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പം ഞാനത് ആ വീഡിയോ ഇങ്ങനെ കണ്ടിട്ട് ഓക്കെ കൊണ്ടിട്ട് അവിടെ വെച്ചു. അപ്പോഴാണ് ഞാൻ വേറൊരു ന്യൂസ് ക്ലിപ്പ് കണ്ടത്. സീരിയൽ കണ്ട് വഴി തെറ്റിയ എത്ര പേരുണ്ട്. സാജൻ സൂര്യ അഭിമുഖം. സാജൻ സൂര്യ ഒരു സീരിയൽ ആക്ടറാണ്. സാജൻ സൂര്യ ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ അതിൽ പറഞ്ഞു എന്നാണ് ഇതിലിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുള്ളത്. ആക്ച്വലി സീരിയൽ കണ്ട് വഴി തെറ്റിയ എത്ര പേരുണ്ട് എന്നുള്ളതിനേക്കാൾ കൂടുതൽ സീരിയൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ പഴയ പോലെയല്ല, OTT പ്ലാറ്റ്ഫോമും മൊബൈലിൽ യൂട്യൂബും ബാക്കി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസൊക്കെ വളരെ ആക്റ്റീവായപ്പോൾ സീരിയലിൻ്റെ ഒരു എന്താ പറയുക വ്യൂവർഷിപ്പ് കൗണ്ട് വളരെ കുറഞ്ഞിട്ടുണ്ട്. കാരണം കുറേ പേരൊക്കെ ഇങ്ങനെ OTT മൊബൈലിൽ വീഡിയോസ് കാണാൻ അങ്ങനെ മാറിപ്പോയിട്ടുണ്ടെങ്കിലും സീരിയൽസ് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. അത് വഴി തെറ്റുന്നതാണോ നല്ല വഴിയിലാണോ അങ്ങനെയൊന്നുമില്ല. സീരിയൽസ് ഡെഫിനറ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഒരു കൂട്ടം ആളുകളെ. ഓക്കെ, റിയാലിറ്റി ഷോസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്ന സെലിബ്രിറ്റീസിനെ കണ്ടിട്ട് അതാണ് റിയാലിറ്റി, അല്ലെങ്കിൽ അത് റീൽ ഏതാ റിയാലിറ്റി ഏതാന്ന് മനസ്സിലാവാതെ കൺഫ്യൂസ്ഡ് ആയി പോകുന്ന കുറേ ആളുകളുണ്ട്. ഇത് കണ്ടപ്പോഴും എനിക്ക് അതും നമ്മുടെ ലക്ഷ്മി നക്ഷത്ര സ്വന്തം ലൈഫിലുണ്ടായ രണ്ട് ഇൻസിഡൻസിനെ കുറിച്ച് പറഞ്ഞപ്പോഴും എനിക്ക് തോന്നി ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ കൊള്ളാമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ സെലിബ്രിറ്റി ലൈഫിൽ പല രീതിയിലുള്ള ഇൻസിഡൻസ്, ഒക്കേഷൻസ്, പല പേഴ്സൺസ് ഒക്കെ ചിലപ്പോൾ ഒരു ഭയപ്പെടുത്തുന്ന ഫീലിംഗ് പല സെലിബ്രിറ്റീസിനും ഉണ്ടാവാം ലൈഫിൽ. അപ്പം അങ്ങനെയുള്ള രണ്ട് സിറ്റുവേഷനെ കുറിച്ചിട്ട്, അതായത് ലൈഫിൽ തന്നെ ഭയം തോന്നിയ രണ്ട് സിറ്റുവേഷനെ കുറിച്ചിട്ടാണ് ലക്ഷ്മി നക്ഷത്ര Q&A ഒരു ക്വസ്റ്റ്യൻ ഉത്തരം കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. FM-ൽ ഞാൻ ഷോ ചെയ്തുകൊണ്ടിരിക്കുക, ലൈവ് ഓൺ എയറിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സെക്യൂരിറ്റി വന്നിട്ട് പറയാണ്, ലക്ഷ്മി ഒരു വിസിറ്റർ ഉണ്ട് കാണാനായിട്ട് എന്ന് പറയാം. എന്നിട്ട് ഈ വന്ന ആളുടെ പേരും പറഞ്ഞു. അപ്പം ഇതേ പേരിൽ എനിക്കൊരു ഫ്രണ്ടും കൂടെ ഉണ്ട്. അപ്പം പുള്ളി പറഞ്ഞു, ഫേസൊക്കെ ആകെ വല്ലാണ്ടിരിക്കണു, എനിക്ക് എന്തോ ഒരു ഇത് തോന്നുന്നു, ലക്ഷ്മിയുടെ ഫ്രണ്ടായിട്ടൊന്നും എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ ചേട്ടാ, ആ പേരും കൂടെ പറഞ്ഞപ്പോൾ ഞാൻ സെക്യൂരിറ്റി അടുത്ത് പറഞ്ഞു, ചേട്ടാ പുള്ളിക്കാരനെ ഒന്ന് കംഫർട്ടബിൾ ആയിട്ട് എടുത്തു, കാരണം ഇതേ പേരിൽ എനിക്ക് ഒരു ഫ്രണ്ടും കൂടി ഉണ്ട്. ആൻഡ് ആ കുട്ടിക്ക് ആക്ച്വലി ക്യാൻസറാണ്. അപ്പം ഇങ്ങനെ പുള്ളിക്കാരൻ സെക്യൂരിറ്റി എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ, ഫേസൊക്കെ എന്തോ പോലെ ഇരിക്കണമെന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ പുള്ളിക്കാരനെ ഒന്ന് കംഫർട്ടാക്കി ഇരുത്തു, എൻ്റെ ഫ്രണ്ടാണ്, പുള്ളിക്ക് ക്യാൻസറാണ്, സോ ഒന്ന് കംഫർട്ടാക്കി AC ഒക്കെ ഇട്ടു കൊടുത്തൊന്ന് ഇരുത്തൂട്ടോ എന്ന് ഞാൻ പറയുകയും ചെയ്തു. ഇപ്പം വരാമെന്ന് പറയും, ജസ്റ്റ് പാട്ടൊന്ന് പ്ലേ ചെയ്തിട്ട് ഓടി വരാം, ഒന്ന് പുള്ളിയെ കംഫർട്ടാക്കി ഇരുത്തുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ വരുന്നു, പുള്ളി വിസിറ്റേഴ്സ് ക്യാബിനിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പം എനിക്ക് ഫേസ് കാണണില്ല കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വരണം, ആ പറ എന്ന് ഞാനിങ്ങനെ പറയലും ഇദ്ദേഹം ഇങ്ങനെ എണീറ്റിട്ട്, ഞാൻ എന്താ പറയാൻ, നീ എന്നെ ചതിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പുള്ളി അവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുക എന്നൊക്കെ പറയില്ലേ. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ ഒരു നിമിഷം ഞാൻ എന്നെ തന്നെ സംശയിച്ചു പോയി. അതായത് സെക്യൂരിറ്റി അറിയാലോ, അതായത് ഞാൻ റെഡ് FM-ലാണെങ്കിലും സെക്യൂരിറ്റി ഓൾ ഇന്ത്യ റേഡിയോയിലായിരുന്നു. അതായത് പുള്ളി എന്നെ ഇങ്ങനെ നോക്കും, ഇയാളെ ഇങ്ങനെ നോക്കും, ഇങ്ങനെ നോക്കും, ഇയാളെ ഇങ്ങനെ നോക്കും. സത്യത്തിൽ ആരുടെ കയ്യിലാണ് മിസ്റ്റേക്ക് എന്നുള്ളത്.
പുള്ളി എണീറ്റ് നിന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പം എന്നെ കാണാൻ വന്നിട്ടുള്ള ആള് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്നെ ചതിച്ചല്ലേ ഇത്ര വർഷം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി മറ്റേ എന്നുള്ള പോലെ ഭയങ്കര ഡയലോഗൊക്കെ. എന്നിട്ട് പറഞ്ഞു, ഞാൻ ചോദിച്ചു എനിക്ക് നിങ്ങളെ മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളി, നീ അഭിനയിക്കുകയാണോ എല്ലാവരുടെ മുന്നിലും, നമ്മൾ തമ്മിലുള്ള ഇഷ്ടം നീ ഇവരോടൊന്നും പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ. ഞാൻ ഇങ്ങനെയൊക്കെ കാലൊക്കെ കയറ്റി പറയൂ, നിങ്ങൾ ആരാണ്, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ ചോദിച്ചപ്പം ഇദ്ദേഹം, എൻ്റെ പേര് ഇത്, എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം, സംഗതി എൻ്റെ ജോലി ടൈല് പണിയാണ്, ലക്ഷങ്ങൾ വേണോ, ലക്ഷങ്ങളാണ് ഞാൻ മാസം സമ്പാദിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിനു മുമ്പ് ഒരു പരിചയമില്ല എന്നും എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ ഇത് ഇവരുടെ ലൈഫിൽ നടന്നൊരു എക്സ്പീരിയൻസ് ആണ് അവർ ഷെയർ ചെയ്യുന്നത്. അതായത് ചില സെലിബ്രിറ്റീസിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ സംഭവിക്കണമെന്നില്ല കേട്ടോ. ലക്ഷ്മി നക്ഷത്രയെ പോലെയുള്ള സെലിബ്രിറ്റീസിനോടൊരു ക്രഷ് തോന്നിയിട്ട് അല്ലെങ്കിൽ ഒരു ഇഷ്ടം തോന്നിയിട്ട് അങ്ങനെ ഇപ്പോൾ എല്ലാവരും ചാടിക്കയറി അങ്ങനെ എല്ലാവരും അങ്ങനെ അല്ലെങ്കിലും ചില ആളുകളിലേക്ക് ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ വരും. ആ ഇൻഫ്ലുവൻസ് കാരണം ഇവരുടെ ലൈഫിലേക്കുള്ള ഒരു ഇടിച്ച് കയറ്റത്തിൻ്റെ ഒരു എക്സ്ട്രീം ലെവല് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, ഇപ്പോൾ ലക്ഷ്മി നക്ഷത്ര വർക്ക് ചെയ്യുന്ന സ്പേസിൽ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് അവരെ കണ്ട് അവിടുന്ന് അവരോട് ഇങ്ങനെ ലൈക്ക് അതേ പറഞ്ഞ റിയൽ റിയാലിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാവാതെ അതിനൊരു ബാരിയർ ഒന്നും വരാതെ ആ ഒരു റിയൽ ലൈഫ് ഇടിച്ച് കയറാണ് ഇവരുടെ റിയൽ ലൈഫിലേക്ക്. അതായത് ഈ വ്യക്തി കണ്ട് കേട്ട് ഇപ്പോൾ FM എന്ന് പറഞ്ഞു, അങ്ങനെ ലക്ഷ്മി നക്ഷത്രയെ കേട്ട് ചിലപ്പോൾ അങ്ങനെ ഫെമിലിയർ ആയതായിരിക്കും. ഇതിലൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ആ പയ്യൻ ആക്സിഡൻ്റ് ആയിട്ട് ബെഡ് റിട്ടേൺ ആയിട്ട് കിടക്കുന്ന ടൈമിൽ അങ്ങനെ ഈ ഷോയിൽ അഡിക്റ്റായി പോയതാണ്, ലക്ഷ്മിയുടെ ഷോയിൽ അഡിക്റ്റ് ആയിട്ട്. അങ്ങനെ ലക്ഷ്മിയെ കാണാൻ വേണ്ടി അല്ലെങ്കിൽ ലക്ഷ്മി കാരണം അറിയാലോ ചില ആളുകൾക്ക് FM ഭയങ്കര രസമായി. ഓക്കെ, ഭയങ്കര കണക്റ്റഡ് ആവും. ഇന്ന സമയത്ത് ഇന്ന ആൾ FM വന്ന് സംസാരിക്കുമ്പോൾ അത് നമ്മളോട് സംസാരിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്ന ആളുകളെ ഒരു വ്യക്തിയെ എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനിപ്പോഴും ഈ പറഞ്ഞ പോലെ FM ഒക്കെ കേട്ട് ചില ഷോസിന് ഭയങ്കര രസമായിട്ട് അങ്ങനെ ആ ഒരു വൈബ് പിടിക്കുന്നവരുണ്ട്. അപ്പം എല്ലാവരെയും ഇതൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ചില ആളുകളെ ചില ഷോസ് ചില സെലിബ്രിറ്റീസ് ചില കാര്യങ്ങളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. അത് കാരണം ചിലപ്പോൾ ആ ഇൻഫ്ലുവൻസ് അവരെ ഉണ്ടാക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ ഇവരെന്ത് ചെയ്യുന്നറിയോ, ഈ റീലും റിയാലിറ്റിയും ഒന്നും മനസ്സിലാവാതെ ഈ ആരെയാണോ ഈ സെലിബ്രിറ്റി അയാളുടെ ലൈഫിലേക്ക് ഇടിച്ചു കയറി ചെല്ലുമ്പോൾ അവിടെ ഇതൊരു ലൈക്ക് ഷോക്കും ട്രോമയൊക്കെ കൊടുക്കും. ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ഈ ലക്ഷ്മി ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഇയാൾ കയ്യിലും കാലിലൊക്കെ അടിച്ച് മറ്റേ ഇങ്ങനെ പേടിപ്പിച്ച് ലക്ഷ്മീനെ ആകെ സീനൊക്കെ ആക്കി അന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ അതിന് ശേഷവും ലക്ഷ്മീൻ്റെ വീട്ടിലേക്കും വീണ്ടും ലക്ഷ്മിയുടെ ഓഫീസിലേക്കും ഒക്കെ വന്ന് മൊത്തത്തിലുണ്ടാക്കിയ പ്രശ്നങ്ങളെ കുറിച്ചിട്ടും ലക്ഷ്മി പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു CCTV ഫുട്ടേജും വെക്കുന്നുണ്ട്. ഈ വ്യക്തി വീട്ടിലേക്ക് പോയത്, അതായത് ഈ ഓഫീസിൽ വന്ന അതേ വ്യക്തി വീട് വരെ പോയടെ, ആലോചിച്ച് നോക്ക്. അത് കഴിഞ്ഞൊരു ദിവസം എന്താ പറയുക, ഓഫീസിലേക്ക് ഒരു കിറ്റായിട്ട് പുള്ളി വരികയാണ്. എന്നിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം അഡ്മിൻ്റെ കയ്യിൽ ഒരു കിറ്റ് കൊടുക്കണം. ആ കിറ്റിൽ കുറച്ച് കാശും ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് പേപ്പറുകളും ഉണ്ട്. ഈ പേപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എഴുതിയിട്ടുള്ള കത്താണിത്. അപ്പം അഡ്മിൻ്റെ അടുത്ത് പറഞ്ഞു ലക്ഷ്മിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സെക്യൂരിറ്റിയും അഡ്മിനും ഇതൊന്ന് തുറന്ന് നോക്കാൻ പോയപ്പോൾ പുള്ളി അവരുടെ കോളറിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വായിക്കാനല്ല, എൻ്റെ ലക്ഷ്മിക്ക് ഞാൻ കൊണ്ടുവന്നതാണ്. അതിൽ കുറച്ച് കാശ് പുള്ളിയുടെ സമ്പാദ്യം. എന്നും പുള്ളി താഴെ ഉണ്ടാവും. അതെല്ലാം കഴിഞ്ഞു. ഒരു ദിവസം പുള്ളി വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സാരി ആയിട്ട് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ എൻ്റെ അച്ഛനോട് ആരും ഇതുവരെ ഇങ്ങനെ പെരുമാറിയിട്ടില്ല. പുള്ളി വന്നിട്ട് ഈ കിറ്റ് അച്ഛന് കൊടുത്തു, ലക്ഷ്മിയെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇവിടെ ലക്ഷ്മിയൊന്നും വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഈ കിറ്റ് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ അച്ഛൻ പറഞ്ഞു താൻ ചെല്ലു പിന്നീട് വരൂ എന്ന് പറഞ്ഞാൽ വളരെ മാന്യമായിട്ട് ബിഹേവ് ചെയ്തപ്പോൾ അച്ഛൻ്റെ മുഖത്തേക്ക് അതിലൊരു സാരിയായിരുന്നു, കല്യാണപ്പുടവ വെക്കില്ലേ, സാരിയായിരുന്നു. അത് മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു ഇത് ഞാൻ തനിക്ക് ഉണന്നല്ല എൻ്റെ ലക്ഷ്മിക്ക് ഉണന്നാന്ന് പറഞ്ഞിട്ട് മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പുള്ളി പോയി. സ്റ്റാർ മാജിക്കിൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് എനിക്കൊരു കോള് വരികയാണ് ചെയ്യണത്. ഈ കോള് പോലീസ് സ്റ്റേഷനിൽ നിന്നായിരുന്നു, നമ്മുടെ കുറുക്കഞ്ചേരി നെടുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്ന്. ഹലോ മാഡം പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഇവിടെ എല്ലാം സോൾവ്ഡാന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്താ കാര്യം എന്ന് മനസ്സിലാവുണ്ടായിരുന്നില്ല. പിന്നെയാണ് പോലീസിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അച്ഛനെ അറിയിക്കാണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഷൂട്ടായിട്ട് കൊച്ചിയിലായതുകൊണ്ട് പേടിക്കണ്ടാവും വിചാരിച്ചിട്ട്. അതായത് ഒരു ദിവസം അച്ഛൻ കാലത്ത് എണീക്കുമ്പോൾ അച്ഛന് 4 പാടും ഡോറ് തുറക്കാൻ പറ്റണില്ല. അച്ഛനെ പുറത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുക, അച്ഛനെ ഇറങ്ങാണ്ടിരിക്കാൻ.
അത് കഴിഞ്ഞ് അച്ഛൻ അപ്പുറത്തെ നെയ്ബേഴ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് അതുപോലെ മുകളിൽ കൂടെയൊക്കെ ബാൽക്കണി ത്രൂ ഒക്കെ ഇറങ്ങി പൂട്ട് തുറന്ന സമയത്ത് വീട് നോക്കുമ്പോൾ വീട് ഫുൾ വൈറ്റ് പെയിൻറ്റാണ്. അത് മൊത്തം ചെളിയിൽ വെള്ളം മിക്സ് ചെയ്ത് ഫുൾ ഡേഞ്ചർ എന്നുള്ള ചിഹ്നം മുഴുവൻ എഴുതിയിട്ടിരിക്കുക. പിന്നെ അച്ഛൻ്റെ ഇരട്ടപ്പേര് കടുവയാണോ എന്ന് എനിക്കറിയില്ല, കടുവ എന്നും പേര് എഴുതിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ 2 വീലറിൻ്റെ സീറ്റ് ഫുള്ള് കുത്തിപ്പൊട്ടിച്ചു, ടയറ് കാറ്റൂരി വിട്ടിട്ടുണ്ട് കാറിൻ്റെ, ചെടിച്ചട്ടി എല്ലാം താഴെയിട്ട് പൊട്ടിച്ചിരിക്കണു. ഫുൾ വീട് നശിപ്പിച്ചിട്ടിട്ടാണ് പോയത്. ഓക്കെ, അപ്പോൾ അവർക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ അവർ പറയുന്നത്. അതായത് ഈ റിയാലിറ്റി എന്താണെന്ന് തിരിച്ചറിയാതെ ചിലർ കാണിക്കുന്നതാണ് ഇതൊക്കെ. അപ്പോൾ അതിനൊരു CCTV ഫുട്ടേജും ഇവർ വെച്ചിട്ടുണ്ട് അവിടെ. ഓക്കെ, CCTV ഫുട്ടേജിൽ ഒരു മാസ്ക് ഇട്ടൊരു പയ്യൻ വന്നിട്ട് ഇതേപോലെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലിയർ ആയിട്ട് അവിടെ വിസിബിൾ ആണ് അതിനകത്ത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ചില ആളുകൾക്ക് ഇതിപ്പോൾ ഈ പയ്യൻ ബൈക്ക് ആക്സിഡൻറ്റ് കഴിഞ്ഞ് വീണ് അങ്ങനെ ഇവനൊരു മെൻ്റൽ ആ ഒരു സംഗതി ഉള്ളത് കൊണ്ട് പിന്നെ ഈ ലക്ഷ്മി നക്ഷത്ര ഷോസും സാധനങ്ങളും ഒക്കെ കണ്ട് അങ്ങനെ അഡിക്റ്റായി അങ്ങനെ തോന്നിയൊരിതിൽ അങ്ങനെ പ്രപ്പോസ് ചെയ്യാനും കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു വന്നതാണെങ്കിൽ പോലും ചില ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലും ഈ റിയാലിറ്റി ഷോ ചില സെലിബ്രിറ്റീസ്. അതായത് കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് പബ്ലിക്കിനോട് ഇൻട്രാക്ട് ചെയ്യുന്ന ആളുകൾ ലൈക്ക് ലക്ഷ്മി നക്ഷത്ര അങ്ങനെയുള്ളവരൊക്കെ ഇറങ്ങി ചെല്ലും. അതുകൊണ്ട് ഇവർക്കും തിരിച്ചെന്ത് വരും, ചില ആളുകളിൽ നിന്ന് ഇതേപോലുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി ഇതൊന്നും ആരും ഇൻഫ്ലുവൻസ് ചെയ്യില്ല. ഇപ്പോഴും റിയാലിറ്റിയും തമ്മിൽ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. ഇതുപോലെ ഒരു സ്റ്റോറി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് രാത്രി ഒരു 1:30 ഗേറ്റും ഒരാൾ ഭയങ്കരമായിട്ട് തട്ടുക. നമ്മൾ അകത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഉറങ്ങുമായിരുന്നു. അപ്പം അച്ഛൻ എന്താന്ന് ചോദിച്ചപ്പോൾ ഒരു ഉൾവിളി വന്നിട്ട് ഒരാൾ വന്നതാ. പേരെന്താ ചോദിച്ചപ്പോൾ ബ്രൂസ്ലി എന്ന് പറഞ്ഞു. അപ്പോൾ അത് അങ്ങനെ തീർന്നു. അപ്പം അച്ഛൻ പറഞ്ഞു രാത്രി ഇങ്ങനെ ഇവിടെ നിൽക്കരുത്, പൊയ്ക്കോളൂ, ആരെങ്കിലും എന്തെങ്കിലും വന്നാൽ ഇതാവില്ലേ എന്നൊക്കെ പറഞ്ഞ് വിട്ടു. അത് കഴിഞ്ഞ് 2ാമത്തെ ദിവസം ഞാൻ വീട്ടിലില്ല. ലൈക്ക് എന്താ പറയുക, ഒരാൾ ഗേറ്റിൻ്റെ അവിടെ. അപ്പം എന്തോ ഒരു പാപ്പും പൂപ്പിയും ചെറിയ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് അച്ഛൻ പുറത്തുപോയി, ശ്യാമും പുറത്തുപോയി. അപ്പോൾ പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടാണ് ആക്ച്വലി പോയത്. അപ്പോൾ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. ആ ഒരു സമയത്ത് ഒരാൾ മതിൽ ചാടി അകത്തേക്ക് വന്നിട്ട് എന്താ പറയുക, ഇങ്ങനെ തട്ടിക്കൊണ്ടേയിരിക്കുക ഡോറുമ്മ. ഞാനാന്ന് പറഞ്ഞിട്ട് മാസ്ക് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആക്ച്വലി വിചാരിച്ചത്, അമ്മ ആക്ച്വലി വിചാരിച്ചത് അന്നത്തെ ഈ ഒരു കക്ഷി തന്നെയാണ്. കാരണം ലുക്ക് വൈസ് മാസ്ക് ഊരിയിട്ടില്ല, ക്യാമറ ഇങ്ങനെ നോക്കുന്നു, വീടിന് 4 ചുറ്റും നടക്കുന്നു. അമ്മ ആകെ പകച്ചിട്ട് നേരെ ശ്യാമിനെ വിളിച്ചു. ശ്യാമാണെങ്കിൽ താടി സെറ്റ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുക. അപ്പോൾ ഇദ്ദേഹം വന്നിട്ട് വീട്ടിൽ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിപ്പായി. മാസ്ക് ആണെങ്കിൽ ഊരണൂല്ല. നമ്മൾ വിചാരിക്കണ ഈ ആദ്യത്തെ വ്യക്തി വീണ്ടും ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ നിന്ന് വന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും ഡോറുമോ ഇങ്ങനെ ആഞ്ഞ് തട്ടി തുടങ്ങി. അപ്പോഴേക്കും ശ്യാമ സിനിമയിലൊക്കെ കാണുന്ന പോലെ പകുതി താടി സെറ്റ് ചെയ്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ ശ്യാമ ചോദിച്ചാൽ എന്തെവിടെയെന്ന് ചോദിച്ചപ്പോൾ ഈ പറയുന്ന കക്ഷി, ഞാൻ അന്ന് ഉണ്ടായില്ലേ, ഷൂട്ടായിട്ട് കൊച്ചിയിലായിരുന്നു. ശ്യാമിൻ്റെ അടുത്ത് പറഞ്ഞത്, ദൈവം ഒരു ഉൾവിളി തന്നിട്ടുണ്ട്, നിങ്ങൾക്കൊരു ഉൾവിളി കിട്ടിയില്ലേ, താടിയും കണ്ണടയും തൊപ്പിയുള്ള ഒരാൾ ഇന്ന് ലക്ഷ്മിയെ കാണാൻ വരുമെന്ന് ദൈവം എന്നോട് പറഞ്ഞു, ഇന്ന് ലക്ഷ്മി എവിടെ ഉണ്ടാവും, നിങ്ങൾക്ക് ഉൾവിളി കിട്ടിയില്ല എന്ന് ശ്യാമിന്റെ അടുത്ത് ചോദിച്ചു. ബെസ്റ്റ്. എങ്ങനെ ഇരിക്കുന്നു ഇതിപ്പോ ലക്ഷ്മി നക്ഷത്രക്ക് ഇത്ര എക്സ്പീരിയൻസ്, 2 എക്സ്പീരിയൻസ് ആണ് ലക്ഷ്മി നക്ഷത്രമാണ്. ഞാനിപ്പോ ആലോചിച്ച് നോക്കുന്നത് ബാക്കി ആക്ട്രസിനും ആക്ടേഴ്സിനൊക്കെ എന്തൊക്കെ പറയാൻ കാണും. കാരണം അവര് എന്താണോ അവരുടെ സ്റ്റേജ് പെർഫോമൻസോ അവരുടെ സീരിയൽ പെർഫോമൻസോ അവരുടെ ഒരു ഷോയിലുള്ള പെർഫോമൻസോ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയയിലുള്ള ആ ഒരു ആളുകളുടെ മുന്നിൽ പ്രസൻ്റ് ആവുന്ന രീതിയൊക്കെ കണ്ടിട്ട് അതിൽ അട്രാക്റ്റഡ് ആയിട്ടും അതിലൊരു ഇഷ്ടവും സ്നേഹവും തോന്നിയിട്ട് ഓക്കെ, ഒരാളെ പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ച് കയറി ചെല്ലാതെ അയാളുടെ നോർമലായിട്ട് അയാളെ പോയി അഡ്രസ്സ് ചെയ്ത് വളരെ കാര്യം. അതും ലക്ഷ്മി നക്ഷത്രം എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഫോട്ടോ വരച്ച ആളുകൾ കൊണ്ടുവരും, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വരുന്നവരെ ഞാൻ വളരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് വിടാറുണ്ട്. ഒരു വെള്ളമെങ്കിലും കൊടുത്തിട്ടേ വിടുള്ളൂ. പക്ഷേ ഇങ്ങനത്തെ റെയർ കേസസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പോലീസിനെ വിളിക്കാന്നല്ലാതെ വേറെ വഴിയില്ല. കാരണം ഇവർ എന്തും ചെയ്യും. ചിലപ്പോൾ വരുന്ന എല്ലാവരും ഈ പറഞ്ഞ ഒരു മെൻ്റൽ ഡിസോർഡറുള്ള ആളുകളാവുന്നില്ല. ചില ആളുകളിലേക്ക് ഇത് മേ ബി ഞാൻ പറഞ്ഞല്ലോ, റിയാലിറ്റി മറന്നു പോയിട്ട് ആ ഒരു റീല് മാത്രം തലയിൽ വെച്ചിട്ട് ഇവർ പോകും. അതൊരു കൈൻഡ് ഓഫ് മെൻ്റൽ ഇഷ്യൂ തന്നെയാണ്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഈ പറഞ്ഞ പ്രൈവസി കൺസേൺസ് ഉണ്ടേ.
ഈ പ്രൈവസി കൺസേൺസ് വരുന്നത് ഇവർ ചെയ്യുന്ന വർക്ക് ആളുകളിലേക്ക് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമ്പോഴാണ്. ആ ഇമ്പാക്റ്റ് നേരത്തെ സീരിയൽ ആക്ടർ പറഞ്ഞ പോലെ ഇതൊന്നും എവിടെയും ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നില്ല, ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, ആരെയും വഴിതെറ്റിക്കുന്നില്ല. അങ്ങനെയല്ല, ചില ആളുകളിൽ ഇത് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഈവൺ ഇഫ് ഞാൻ പറയട്ടെ, ഞാൻ ചെയ്യുന്ന വീഡിയോസ് വരെ ചിലപ്പോൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നവരുണ്ട്. ചേട്ടനെ പോലെ ഞാൻ ചിന്തിക്കുന്നു, ഞാൻ ഇപ്പോൾ ചോദിക്കാറുണ്ട്, എൻ്റെ ചിന്തകൾ എൻ്റെ ചിന്തയാണ്, അതുമായിട്ട് നീ കണക്ട് ചെയ്യാൻ നോക്കണ്ട. യു ബി ആൻ ഇൻഡിവിജ്വൽ. നീ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്ക് നീ നിൻ്റെ ചിന്തകൾ കൊണ്ടുപോവാ, നീ ആലോചിക്കുക. മേ ബി ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ നിനക്ക് ഓക്കെ കണക്റ്റ് ആവാൻ പറ്റും, അത് കണക്റ്റ് ആക്കിയാൽ മതി, അല്ലാതെ എൻ്റെത് എടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ ഇടണ്ട. ഇപ്പോൾ പബ്ലിക്കിൽ നമ്മൾ ത്രോ ചെയ്യുന്ന കാര്യങ്ങൾ ആരിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. എസ്പെഷ്യലി സീരിയൽസൊക്കെ. പിന്നെ സീരിയൽസിൻ്റെ ഒരു മെറിറ്റ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോഴത്തെ സീരിയലുകളൊക്കെ എടുത്തു വെച്ച ഒരാളുടെ ലൈഫിൽ ഒരു ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഭയങ്കര വേസ്റ്റ് ഇമ്പാക്റ്റ് ആയിരിക്കും. കാരണം ആ ലെവൽ ഓഫ് എന്താ പറയുക, ഒരു സ്ക്രിപ്റ്റിംഗ് ഒക്കെയാണ് ഇപ്പോൾ നമ്മുടെ മലയാളത്തിലുള്ള സീരിയലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ പഴയ പറഞ്ഞ അവിഹിതവും അമ്മായിമ്മയും സാധനങ്ങളും തന്നെയാണ്. പിന്നെ പക, കൊലപാതകം, പല ടൈപ്പ് സാധനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ചെറിയൊരു കാരണം. സ്നേഹ അത്യാവശ്യം കാണുന്നതുകൊണ്ട് ഞാൻ അവളോട് ചോദിച്ചേ. ഓക്കെ, ബാക്കി ഓളെ ലൈഫിൽ ഇമ്പാക്റ്റ് വരുന്നില്ല, ഇല്ലെങ്കിൽ ഞാൻ പെട്ടുപോയിന്ന്. കുറച്ച് കഴിഞ്ഞപ്പം എന്താ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ശ്യാമ താടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വരുമെന്ന് വിചാരിച്ചിട്ട് അമ്മ മെയിൻ ഡോർ അടച്ചില്ല. ശ്യാമ താടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയും ചെയ്തു. അല്ല, ശ്യാമ മോളിലുണ്ട്, വീട്ടിൽ ശ്യാമ മോളിലുണ്ട്, അവൻ അവിടെ നിന്ന് പറയുന്നുണ്ട് മോളിലുണ്ട്. അമ്മ ലൈക്ക് അച്ഛനിപ്പോൾ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ലൈക്ക് വാതിൽ ചെറുതായിട്ട് മെയിൻ ഡോർ ചാരി ഇട്ടിട്ടേ ഉള്ളൂ. എന്നിട്ട് അമ്മ അവിടെ കിടക്കുക റൂമിൽ. അപ്പോൾ ഈ കക്ഷിയുടെ പേരെന്താന്ന് ശ്യാമിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ശ്യാമിൻ്റെ അടുത്ത് പറഞ്ഞ ബ്രൂസ്ലി എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ശ്യാമ മാസ്ക് ഒക്കെ ഊരി കാണിക്കുകയൊക്കെ ചെയ്തു, കാരണം ഈ വ്യക്തി അല്ല എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടേ. അമ്മ ഇങ്ങനെ അനന്തശയനം പോലെ ബെഡിൽ കിടക്കുന്ന സമയത്താണ് ബ്രൂസ്ലിയും പാപ്പും പൂപ്പിയും പഞ്ചും കുഞ്ചും എല്ലാവരും കൂടെ അമ്മയുടെ ഇവിടെ വന്ന് നിൽക്കണേ. ഞാനാന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ എണീറ്റ് ഭയപ്പെട്ട് അങ്ങോട്ട് ഓളിയിട്ടു. നമ്മൾ പെട്ടെന്ന് ഒരാളകത്തേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ അയ്യോ ശ്യാമേ എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോഴേക്കും ശ്യാമ വേഗം ഇറങ്ങി വന്നിട്ട് തന്നോട് പറഞ്ഞില്ലേ ഇവിടെ ഇല്ല ചേച്ചി, ഇവിടെ ഇല്ല ചേച്ചി, ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറക്കി. ലൈക്ക് എന്താ വെള്ളം വേണം ചോദിച്ചപ്പോൾ എൻ്റെ വെള്ളം ഉണ്ട്, ഇങ്ങനെ ഉൾവെളി വന്നിട്ട് വന്നതാന്നൊക്കെ പറഞ്ഞു. പക്ഷെ പുള്ളി വീടിൻ്റെ 4 പാട കയറുക, വീട്ടിലേക്ക് വീണ്ടും തള്ളി അകത്തേക്ക് ഇങ്ങനെ കയറാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഭയങ്കര അവിടെ ഒരു ഇതായി. നമ്മൾ എത്രയൊക്കെ നല്ല രീതിയിൽ ഇതായിട്ട് പറയാൻ നോക്കിയിട്ടും നടന്നില്ല. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഇതാക്കി വിട്ടിട്ടും പുള്ളി അവിടെ തന്നെ ഇങ്ങനെ നിൽക്കണമെങ്കിൽ നമുക്ക് എന്തോ ഒരു ബിഹേവിയറിൽ എന്തോ ഒരു പ്രശ്നം തോന്നിയെന്ന് ഇങ്ങനെ ശ്യാമ പറഞ്ഞു. എന്നിട്ടും പുള്ളി പോയി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ നിൽക്കുക. ഒരവസ്ഥ ആലോചിച്ച് നോക്ക്, വീടിനകത്ത് വരെ കയറി വന്നു. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എല്ലാ സിനിമാക്കാരും രാഷ്ട്രീയക്കാരൊക്കെ ഇത് ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ളവർക്കും ഇതേപോലൊരു അവസ്ഥ, എസ്പെഷ്യലി സ്ത്രീകൾക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് ഇങ്ങനത്തെ അവസ്ഥകൾ ഫേസ് ചെയ്യേണ്ട ഒരു സംഗതി കാണും. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അന്വേഷിച്ച് പിടിച്ച് വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും മാനസികം എന്നുള്ള നിലയിലായിരിക്കാം, പറയാൻ പറ്റില്ല. എല്ലാവർക്കും അങ്ങനത്തെ പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയം ഉള്ളതുകൊണ്ട് എന്നുള്ള രീതിയിലും കേസൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അത് ആ രീതിയിലൊക്കെ പോവുമായിരിക്കും. ബട്ട് സ്റ്റിൽ ഇതൊന്നും ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ലൈഫ് വേറൊരാളിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നൊരു കാര്യം വേറൊരു രീതിയിൽ വേറൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നുള്ളത് അങ്ങനെ അടച്ച് പറയാനൊന്നും പറ്റില്ല. ചില കാര്യങ്ങൾ ചില വ്യക്തികൾക്ക് അത് ഇൻഫ്ലുവൻസ്, കാരണം അവർ അഡിക്റ്റായി പോയിട്ടുണ്ടാവും ചിലപ്പോൾ വീഡിയോസിന്, അല്ലെങ്കിൽ ഒരു ഷോന്, അല്ലെങ്കിൽ ഒരാൾക്ക്, ഒരു വ്യക്തിയിലൊക്കെ അഡിക്റ്റായി പോയി കാണും. അപ്പോൾ അവർ ആ വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലേക്കോ അല്ലെങ്കിൽ ആ ഒരു സ്ക്രിപ്റ്റിലേക്കോ കയറാനോ അല്ലെങ്കിൽ അതിൽ ജീവിച്ചുകൊണ്ടിരിക്കും. അതേ ആ റിയാലിറ്റി എന്നുള്ള ഒരു ഡിഫറൻസ്, ആ ഒരു ബാരിയർ ഒന്നും വെക്കാതെ, അതൊന്നും മനസ്സിലാവാതെ എന്താണോ റീലിൽ കാണുന്നത്, ഏത് വ്യക്തിയാണോ റീലിൽ കാണുന്നത്, അല്ലെങ്കിൽ അവരെന്താണോ ആ റീലിലൂടെ പറയുന്നത് അത് സത്യം, അല്ലെങ്കിൽ അതൊരു ലോകമായിട്ട് എടുത്തിട്ട് ആ ലോകത്തിലേക്ക് കയറി ചെല്ലാനും അല്ലെങ്കിൽ ആ വ്യക്തിയിലേക്ക് ചെല്ലാനും അവർ ശ്രമിക്കും. അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ആരാണോ ആ റീലിനകത്തുള്ള ആ സെലിബ്രിറ്റി ഫേസ്, അവർക്ക് ഭയങ്കര ഒരു ട്രോമയായിരിക്കും ലൈഫിൽ. ഇങ്ങനെ ഇടിച്ചു കയറിയ ഒരാൾ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടുപോയില്ലേ. പണ്ട് കുറേ സിനിമകളൊക്കെ ഇറങ്ങിയെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. വിനീതും ശോഭനയും കൂടി ഒരു സിനിമ വന്നിട്ടുണ്ട്, ഒരു ഫാൻ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഫാൻസ് മൂത്ത് ഫാൻസ് ഇടിച്ചു കയറി ഒരു സെലിബ്രിറ്റീൻ്റെ ലൈഫിലേക്ക് ചെല്ലുന്ന സംഗതികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലക്ഷ്മി നക്ഷത്രത്തിൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ അന്ന് കണ്ടപ്പോൾ അവിടെ ഡ്രോപ്പ് ചെയ്താൽ, പക്ഷേ ഈ ഒരു ഇൻ്റർവ്യൂവിൽ ആ ഒരു സീരിയൽ ആക്ടർ പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇതൊന്ന് പറഞ്ഞേക്കാം.
ഓക്കെ, അങ്ങനെ ഒഴിവാക്കാനൊന്നും പറ്റില്ല. ഓക്കെ, സീരിയൽ കണ്ട് വഴി തെറ്റിയ എത്ര പേരുണ്ട് എന്നുള്ള ചോദ്യം, വഴി തെറ്റി എന്നുള്ളതല്ല, വഴി തെറ്റുന്നത് അങ്ങനെ ഉണ്ടായിരിക്കും, വഴി തെറ്റാതിരിക്കുമൊന്നുമില്ല. പല ഇൻസിഡൻസും ചിലപ്പോൾ നമ്മളിപ്പോൾ അടുത്ത് കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള പല ഇൻസിഡൻസിലും നമ്മൾ ചോദിക്കുമ്പോൾ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്തു, സീരിയൽ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നൊക്കെ കേൾക്കുന്നുണ്ട്, ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. വഴി തെറ്റിയോ അല്ലെങ്കിൽ വഴി ശരിയാക്കിയോ എന്നല്ല, ഡെഫിനറ്റ്ലി ഇറ്റ് മേക്സ് എൻ ഇമ്പാക്റ്റ്. അറ്റ്ലീസ്റ്റ് ഫോർ കുറച്ച് ആളുകളിലെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്.